കൊച്ചി തൃക്കാക്കരയിൽ NCC ക്യാമ്പിനിടെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ, ഛർദിയും ശാരീരിക അസ്വാസ്ഥ്യവുമായി 75ഓളം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 ദിവസം മുൻപ് ആരംഭിച്ച ക്യാമ്പിൽ 600 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇതിനിടെ മതിയായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തി. പ്രതിഷേധവുമായി കോളേജിലെത്തിയ രക്ഷിതാക്കളും പോലീസും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. തൃക്കാക്കര KMM കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന NCC ക്യാമ്പിലെ 75ഓളം കുട്ടികൾക്കാണ് ഇന്നലെ ഭക്ഷ്യവിഷബാധയേറ്റത്. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയേറ്റതെന്നാണ് സംശയം. 21 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 3 ദിവസം മുൻപ് ആരംഭിച്ച ക്യാമ്പിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി 600 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് നൽകിയത് മോശം ഭക്ഷണമെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആരോപിച്ചു. കുട്ടികൾക്ക് കുടിവെള്ളം നൽകിയില്ലെന്നും ആരോപണമുണ്ട്. ക്യാമ്പ് അധികൃതർ കൃത്യമായ വിവരം നൽകിയില്ലെന്നും മതിയായ ചികിത്സ കൊടുത്തില്ലെന്നും ആരോപിച്ച് രക്ഷിതാക്കളും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കൃത്യമായി പരേഡ് ചെയ്തില്ലെങ്കിൽ ക്രൂരമായ ശിക്ഷയാണ് ക്യാമ്പിൽ നൽകിയിരുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇവര് നമ്മളെ പരേഡ് ചെയ്യാത്തതിന് മുഖത്തൊക്കെ ഇട്ടടിക്കും. നമ്മളെ പിടിച്ചിട്ട് വെള്ളമാണെങ്കിൽ തന്നെ അത് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോ തന്നെ ആ വെള്ളം കുടിക്കാൻ തോന്നില്ല, ചീത്തായിട്ടുണ്ടാവും. അങ്ങനെ ക്യാമ്പില് വയ്യാണ്ടിരുന്നാ പോലും നമ്മളെ കൊണ്ട് ചവറൊക്കെ ചെറുപ്പിക്കും. അവര് താടി വെച്ച ആളാണ്, അയാള് എന്താണ് മുഖത്തിട്ടൊക്കെ അടിക്കും എന്നാണ് പരേഡ് ഒരുത്തനെ തള്ളിയിട്ട് അവൻ തെറിച്ചു വേണ്ട തലയൊക്കെ അടിച്ചോണ്ട് അവനിക്ക് വയ്യായിരുന്നു. പരേഡ് തെറ്റിച്ചത് അപ്പൊ തന്നെ ഒരു സാബോറ് നമ്മളെ കൊന്നളയും. അയാൾ 5 കേടലിനെ കൊന്നോളൂ. പിന്നെ പരേഡ് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മളെ പിടിച്ച് തള്ളിയിടും, മുഖത്തിട്ടൊക്കെ അടിക്കും. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസ് NCC ക്യാമ്പിലുള്ള കുട്ടികളുമായി സംസാരിച്ചു. ഇത് കൺട്രോൾഡ് ആണ്. ഇവിടെ ഡോക്ടറുണ്ട്. കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂ അല്ല പറയുന്നത്. കുട്ടികളിപ്പോൾ പറയണേ അവരെ മാനസികമായിട്ട് അവരെ തളർത്തുന്ന രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ അവരിവിടെ താമസിക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ഒഫീഷ്യൽസിനെ കുറിച്ച് പറഞ്ഞതായിട്ടാണ് അവർ ടീച്ചർ പറയണേ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കുറച്ച് പേർക്ക് എന്നുള്ളത് ശരിയാ. സുഖമില്ലാത്ത എല്ലാവരെയും തന്നെ കൃത്യമായിട്ട് മെഡിക്കൽ കോളേജിൽ വിട്ടിട്ടുണ്ട്. നിലവിൽ ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രതിഷേധത്തെ തുടർന്ന് തൃക്കാക്കരയിലെ NCC ക്യാമ്പ് അവസാനിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.